നേതൃത്വത്തിന്റെയും ആവേശത്തിന്റെയും കൂടെയുള്ള വിഭാഗീയതകളുടെ കൂടെ വയ്ക്കാതെ പ്രാദേശിക ഘടകങ്ങളുടെ 7ാം ക്ലാസ് പ്രവർത്തകൻ മുതൽ ഉന്നതമായ ഭൂമിയിലിരിക്കുന്നവർ വരെ നല്ല അവിസ്മരണീയ ചരിത്രം ഞാൻ ഓർക്കുകയാണ്. എനിക്കെന്റെ സഹപ്രവർത്തകർക്ക് കൈമാറാനുള്ള സന്ദേശവും അതാണ്. ഇത് പ്രസ്ഥാനത്തിന്റെയും ആവേശത്തിന്റെയും നേതൃത്വത്തിന്റെയും കൂടെ നിന്ന് ഈ പ്രസ്ഥാനത്തെ ജയിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. സമ്മേളന വിജയം കൂട്ടായ വിജയമായിരുന്നു. രാത്രികളിൽ അധ്വാനിച്ചു, നമ്മൾ രാത്രികളിൽ ആക്രമിച്ചു, നമ്മുടെ പകലുകൾ അധ്വാനിച്ചു, ഓഫീസുകളിൽ ലീവ് കൊടുത്തു. ലീവ് കൊടുത്ത പല കാരണങ്ങളുണ്ടായിരുന്നു പലർക്കും, കുടുംബപരമായ കാരണം, അല്ലാത്ത കാരണം. പക്ഷേ അതിനല്ല ലീവുകൾ കൊടുത്തത് സമ്മേളന വിജയത്തിന് വേണ്ടിയായിരുന്നു. മുതിർന്നവരും കുട്ടികളും ചെറുപ്പക്കാരും നാടുകളിലേക്ക് കയറി ചെന്ന് അരിച്ചു പൊറുക്കി വിദ്യാർത്ഥികളെ ഈ സമ്മേളന പന്തലിലെത്തിച്ചു. ഇത് തീർച്ചയായും ഇതിന്റെ പ്രതികരണം വരണമെങ്കിൽ നിങ്ങൾ ശേഖരിച്ച ആ വിദ്യാർത്ഥികളെ ഈ കൂട്ടായ്മയെ ഏൽപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുക. പരസ്പരം അനുഗ്രഹിക്കുമാറാവട്ടെ, അവന്റെ പരിശുദ്ധ സ്വർഗത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അമീൻ റഹ്മത്തിക അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമർപ്പണം വിഷയം സംസാരിക്കുന്നതിനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ആദരണീയരായ പണ്ഡിതരെ, സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാവരും ഈ സമ്മേളനത്തിന്റെ സമാപന സംസാരമായ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ സംസാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്റെ സമയം കൂടി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുമെന്ന് ഒന്നാമതായി സൂചിപ്പിക്കുന്നു. നമ്മുടെ ഈ സമയം വരെ നമ്മൾ കൈവരിച്ച, കാത്തുസൂക്ഷിച്ച ഈ അച്ചടക്കം, അതോടൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേയിലെ ട്രാഫിക് പ്രോബ്ലം, എറണാകുളത്ത് വേസ്റ്റ് നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു സമ്മേളനത്തിൽ നമ്മെ അലട്ടിയിരുന്നതെങ്കിൽ ഈ സമ്മേളനം തുടങ്ങുമ്പോഴും അതിന്റെ മുമ്പും പിമ്പുമെല്ലാം ഇതിന്റെ തൊട്ടു മുമ്പിലുള്ള ആ വിശാലമായ നാഷണൽ ഹൈവേ ആയിരുന്നു നമ്മുടെ വെല്ലുവിളി. പക്ഷെ ഇതുവരെ ചക്രങ്ങൾ നിശ്ചലമാകാതെ, ബ്ലോക്ക് സൃഷ്ടിക്കാതെ ഈ 3 ദിവസവും നമ്മുടെ മാനദാസവും നമ്മുടെ പ്രതിനിധികളും അങ്ങേയറ്റത്തെ സഹിഷ്ണുത കാത്തുസൂക്ഷിച്ചതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെക്കുറിച്ച്, നമ്മുടെ സമ്മേളനത്തെക്കുറിച്ച് ഇതുവരെ ആരും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനിയും അത് കാത്തുസൂക്ഷിക്കണം. അതുകൊണ്ട് പൊതുസമ്മേളനം ഹുസൈൻ സലഫിയുടെ സംസാരം കഴിഞ്ഞ ശേഷം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സാവകാശം ഇവിടെ നിന്ന് പോകാനാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിന്റെ വിജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ഒന്ന്, ഇത് അക്ഷരാർത്ഥത്തിൽ സ്റ്റുഡൻസ് കോൺഫറൻസ് ആയിരിക്കുന്നു. ഇതിന്റെ സംഘാടകരോ പ്രതീതികളോ അല്ല പറയുന്നത്. ഇവിടെ വന്ന എല്ലാ അതിഥികളും അമ്പരപ്പോടെ, വിസ്മയത്തോടെ പറഞ്ഞ ഒരു കാര്യം, ഇന്നലെ ഇവിടെ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനയുടെ ഉന്നതനായ നേതാവ് പറഞ്ഞത്, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ട് സമ്പന്നമായ ഇങ്ങനെയുള്ള സമ്മേളനം മറ്റൊരു വിദ്യാർത്ഥി സംഘടനക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് എന്നയാൾ പറയുമ്പോൾ അത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രോഗ്രാം സമ്പന്നമായിരുന്നു. എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്, 33 സെഷനുകളിലായി നടന്ന ഈ പ്രോഗ്രാം, അതിന്റെ സീഡുകൾ കൈവശപ്പെടുത്തി നിങ്ങളുടെ കുടുംബം ഒന്നിച്ചിരുന്ന കുടുംബസമേതം ആ മുഴുവൻ സെഷനുകളിലൂടെയും കടന്നു പോകാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനമെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ മുമ്പ് IS നടത്തിയ യുവപഥം എന്ന പരിപാടിയിലും യുവാക്കളുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു എന്നത്
യുവാക്കളെ വിളിച്ചാൽ കിട്ടാത്ത, വിദ്യാർത്ഥികളെ വിളിച്ചാൽ കിട്ടാത്ത ഈ കാലത്ത് ഈ സംഘടന അഭിമാനപൂർവ്വം ഓർമ്മിക്കുകയാണ്. അറിയപ്പെടുന്ന ഒരു പത്രത്തിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വായിക്കുകയുണ്ടായി. എന്നാൽ അതിന് പരിഹാരം പറഞ്ഞ് ചില പൊതുപ്രവർത്തകന്മാർ അതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ 2 പരിഹാരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവർ പറഞ്ഞ പരിഹാരം, മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും പ്രയാസങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ വൈകുന്നേരം വിദ്യാർത്ഥികൾ വരുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണമെന്നാണ് ഒരു നിർദ്ദേശം. രണ്ടാമത്തത്, അവരുപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ സൈറ്റുകൾ ഏതാണെന്ന് പരിശോധിക്കുവാനുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. എന്നാൽ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാൻ സാധിക്കുമെന്നാണ് അതിലെ ചില പ്രമുഖർ പറഞ്ഞത്. പക്ഷേ അത് ശാശ്വതമായ പരിഹാരമല്ലെന്ന് നമുക്കറിയാം. അബദ്ധം ചെയ്യാൻ, അധർമ്മം ചെയ്യാൻ വിചാരിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വെട്ടിച്ചുകൊണ്ട് അതവനെ ആസ്വദിക്കാൻ അവന് സാധിക്കും. എന്നാൽ കേരള സമൂഹം അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരമാണ് 3 ദിവസമായി ഈ പന്തലിൽ ഇവിടെ നടന്നിക്കുന്നത്, സമാപിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് മാത്രമേ അവരിൽ പരിവർത്തനമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിന് പരിഹാരമായി നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അഥവാ ആധുനിക ലോകത്തിന്റെ പ്രശ്നത്തിന്റെ ഒരു പരിഹാരമായ രംഗത്താണിയിലെ MSM സമ്മേളനമെന്നാണ്. അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ഞാൻ കണ്ട ഒരു രംഗമാണ്. ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു പുഴയിൽ നമസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ബാഡ്ജ് കുത്തിയ ഒരു പ്രതിനിധി അവിടെ ഇരുന്ന് നമസ്കരിക്കുന്നുണ്ട്. നമസ്കാര ശേഷം സലാം വീട്ടി അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണ് മൂടിപ്പിടിച്ച്, മുഖം പൊട്ടിപ്പിടിച്ച്, വിങ്ങി പൊട്ടിക്കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. അവന്റെ ഷർട്ടും പാൻസും കണ്ടാൽ അങ്ങനെയുള്ള ഒരു മാറ്റവും അങ്ങനെയുള്ള പ്രാർത്ഥനയും വരാവുന്ന ഒരു മനസ്സിന്റെ ഉടമയായിരുന്നില്ല ആ കുട്ടി എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ഞാൻ തീർച്ചയായും ആ കുട്ടിയെ അല്പസമയം നോക്കി നിന്നപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു, ഈ പന്തലിൽ നിന്ന് മനസ്സിൽ തട്ടിയ പ്രസംഗങ്ങൾ, മനസ്സിൽ തട്ടിയ ഖുർആനിന്റെ ആയത്തുകളാണ് ആ കുട്ടിയുടെ മനസ്സിൽ ഇളക്കം തട്ടിച്ചത്. അവൻ പരലോകത്തെക്കുറിച്ച് ഓർത്തു. അവൻ പാപമോചനത്തെക്കുറിച്ചാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതൊരു കുട്ടിയല്ല സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾ വന്നതുപോലെയല്ല ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പക്ഷെ ഇത് നിലനിർത്തണം. എന്താ അതിന് മാർഗം? ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ നമ്മുടെ ഈ സമ്മേളനം വിജയം കാണണമെങ്കിൽ ഈ സമ്മേളന പന്തലിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഈ ആവേശം കൊണ്ട് മാത്രം ആയില്ല. നമ്മൾ പോകുമ്പോൾ ബസ്സിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എവിടെയൊക്കെ കേരളത്തെ ഇസ്ലാഹി കേരളം എന്നതിൽ നിന്ന് മാറി റവന്യൂ കേരളം എന്ന നിലക്ക് നിങ്ങൾ കണ്ടുകൊണ്ട് എവിടെയൊക്കെയാണോ MSM യൂണിറ്റുകൾ ഇല്ലാത്തത് അവിടെ യൂണിറ്റുകൾ ഇടാനുള്ള ചർച്ചയുമായി കൊണ്ടായിരിക്കണം ഈ സലഫി നഗറിൽ നിന്ന് ബസ്സുകൾ നമ്മുടെ നാടുകളിലേക്ക് പോകേണ്ടത്. MSMന്റെ യൂണിറ്റുകളിൽ എവിടെയെങ്കിലും ദുർബലതയുണ്ടെങ്കിൽ അത് ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചായിരിക്കണം നാം ചിന്തിക്കേണ്ടത്. ഈ ശബ്ദം കേൾക്കുന്ന ഇതിന്റെ പ്രവർത്തനത്തിന്റെ അവന്റെ മനസ്സിൽ പരിവർത്തനമുണ്ടാക്കിക്കൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിക്കുമെന്ന ഒരു നിശ്ചയദാർഢ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് രക്ഷിതാക്കളോട് വളരെ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഒരു വെല്ലുവിളിയുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ ഇതിന് എന്റെ മകൻ ഇറങ്ങിത്തിരിച്ചാൽ അവന്റെ പഠനത്തെ അത് ബാധിക്കുകയില്ലേ എന്നാണോ ചില രക്ഷിതാക്കൾ വിചാരിക്കുന്നത്? തിരുത്തണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അത് തിരുത്തണം. ഇതിന്റെ പ്രമേയം, എന്റെ വിഷയം പഠനം, ചിന്ത, സമർപ്പണം. MSM പറയുന്നത് പഠിക്കണമെന്നാണ്. അഥവാ പഠനത്തെ മുടക്കിക്കൊണ്ടൊരു പ്രവർത്തനമില്ലെന്ന് പറയുകയല്ല, അത് പ്രവർത്തിച്ചു കാണിച്ച പ്രസ്ഥാനമാണ് MSM. ആദ്യകാല നേതാക്കൾ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വം വരെ ദിവസവും തന്റെ ഓഫീസിൽ നിന്ന്, തന്റെ വിദ്യാലയത്തിൽ നിന്ന് ഓഫീസിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് അവരത് റാങ്കുകൾ നേടിയിരിക്കുന്നു, ഉന്നതമായ
സ്ഥാനങ്ങളിലെത്തിയിരിക്കുന്നു. അഥവാ പ്രവർത്തനത്തോടൊപ്പം പഠനത്തിന് തടസ്സമില്ലെന്ന് പറയുകയല്ല, എഴുതുകയല്ല, പ്രസംഗിക്കുകയല്ല, ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് MSMന്റെ നേതാക്കന്മാർ. ശാഖ മുതൽ സംസ്ഥാനം വരെ. പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ കുട്ടിയെ പഠനത്തിന് മോശമാകില്ലെന്ന് മാത്രമല്ല, ഉന്നതമായ ഡോക്ടറായി, നമസ്കരിക്കുന്ന, ഉത്തരവാദിത്വമുള്ള, കടകളെ കുറിച്ച് ബോധമുള്ള വിദ്യാർത്ഥിയായി നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് MSM തിരിച്ചു നൽകും. അത് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികളെ ഇവിടെ നിന്ന് നേടിയ ഈ ഒരു ഈമാൻ, ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഈ ഇരുത്തം 3 ദിവസമായി തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല, അടങ്ങിയിരിക്കണം, ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റം നിങ്ങൾ നിലനിർത്തണം. ഈ സലഫി നഗറിൽ നിന്ന് നിങ്ങൾ നിയ്യത്ത് വെക്കണം. ഇവിടെ 3 ദിവസം കേട്ട ഈ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുമെന്ന് തീരുമാനിക്കണം. നമ്മൾ അറിയാതെ തെറ്റ് ചെയ്യുന്നതും അറിഞ്ഞതിനു ശേഷം തെറ്റ് ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് ശിക്ഷാർഹമാണെന്ന് മനസ്സിലാക്കണം. അതിനെന്തു വേണം? നാട്ടിൽ പോയി നിങ്ങൾ പ്രഖ്യാപിക്കണം, മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് നിങ്ങൾ പറയണം നിങ്ങളുടെ സുഹൃത്തിന്റെ മുമ്പിൽ. ഇന്നലെ വരെ ഓമുപാലത്തിന്റെ അടുത്തിരുന്ന, ബസ് സ്റ്റാൻഡിൽ വർത്തമാനം പറഞ്ഞിരുന്ന, സിനിമ ഹാളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിരുന്ന സുഹൃത്തുക്കളെ ആദ്യം ചെന്ന് കണ്ടുകൊണ്ട് പറയണം, ഞാൻ 3 ദിവസം രണ്ടത്താണിയിൽ പങ്കെടുത്തു, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഇനി പഴയ സ്ഥലത്തേക്ക് ഞാനില്ല, സാധാരണ പോകുന്ന മരച്ചുവട്ടിലേക്ക് ഞാനില്ല, സാധാരണ നമ്മൾ വായിലിടാറുള്ള പൊടി ഞാൻ ഇനി ഉപയോഗിക്കില്ല, ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, ആ CD എനിക്കിനി നൽകരുത്, ആ സൈറ്റിന് ഞാൻ ഓപ്പൺ ചെയ്യുകയില്ല എന്ന് സുഹൃത്തുക്കളോട് പറയാൻ, ക്യാമ്പസിൽ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ മുജാഹിദാണ്, ഞാൻ MSMകാരനാണെന്ന് ആത്മാഭിമാനത്തോടുകൂടി, ആർജവത്തോടുകൂടി പറയാൻ ഇതാ ഈ പ്രൗഢമായ വേദി നിങ്ങൾക്ക് അതിന് സഹായകമാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, നാടോടുന്നതിന്റെ കൂടെയല്ല നമ്മൾ ഓടേണ്ടത്, നാടോടുന്നതിന്റെ കൂടെയല്ല, ആ ഓട്ടം നരകത്തിലേക്കുള്ളതാണ്. എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. നരകക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം ഒഴുകി എന്നതാണ് അവര് പറഞ്ഞ ഏറ്റവും വലിയ ഒരു കാരണം. നമ്മൾ തിരിച്ചു നീന്തണം. ഇവിടെ സംസ്കാരം മാറുന്നു. പ്രധാനമായും ഈ കാര്യം പറയാനുള്ളത്, അടിവസ്ത്രം പുറത്തു കാണിച്ചുകൊണ്ട് പാൻസ് ധരിക്കുന്ന ഒരു സംസ്കാരം ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ വന്നിരിക്കുന്നു. പള്ളികളിൽ നമസ്കാരത്തിന് വരുന്ന കുട്ടികളെ പോലും അത് കാണുന്നു. സഹോദരർ തിരുത്തുകയാണ്. നമുക്ക് മോഡൽ, മാറാത്ത മോഡൽ റസൂലുള്ളാഹിയുടെ മോഡൽ മതി. ഞെരിയാണിക്ക് മുകളിൽ പാൻസ് ധരിക്കുന്ന, വസ്ത്രം ധരിക്കുന്ന ഏത് ഫാഷൻ മാറിയാലും എന്റെ വസ്ത്രം അതിന് താഴെ ഇറങ്ങുകയില്ല. അടിവസ്ത്രം പുറത്തു കാണിച്ചുകൊണ്ടുള്ള പാൻസ് ധരിക്കുന്ന സ്വഭാവം എന്നിലുണ്ടാവില്ലെന്ന് തീരുമാനിക്കാൻ ഈ വിഷയം ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇതൊന്ന് വ്യാപകമായിരിക്കുന്നു, തിരുത്താൻ ആളുകൾ മടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഈ സദസ്സിൽ അത് പറയുകയാണ്. ചിലർക്ക് നിസ്സാരമായി തോന്നിയിട്ടുണ്ട് എങ്കിലും അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, സ്ഥാപനങ്ങൾ നടത്തുന്ന നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളോടാണ്. MSMന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നിങ്ങളുടെ സ്ഥാപനം അഭിമുഖീകരിക്കുന്ന ഏതൊക്കെ ആഭ്യന്തരമായ വിദ്യാർത്ഥികൾക്കിടയിലുള്ള വെല്ലുവിളികളോട് അതിനെ പരിഹരിക്കാൻ നിയമങ്ങൾക്ക് കഴിയില്ല, അധ്യാപകർക്ക് കഴിയില്ല, നിങ്ങളുടെ അച്ചടക്കത്തിന്റെ നിയമങ്ങൾക്ക് കഴിയില്ല. ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി തലമുറക്ക് ആ ക്യാമ്പസിൽ വളരുമ്പോഴേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ അവിടെ MSMന്റെ ക്ലാസ് നടത്താനുള്ള ആ ഓഡിറ്റോറിയം ഒഴിഞ്ഞു കിട്ടണമെന്ന് കെഞ്ചുമ്പോൾ അത് നൽകാൻ ഈ ശബ്ദം കേൾക്കുന്ന സ്ഥാപനങ്ങളെ നിങ്ങൾ തയ്യാറാകണം. അത് നമ്മുടെ ബാധ്യതയാകണം. പരലോകത്ത് നിങ്ങൾക്കതിന് കൂലിയുണ്ടാകുമെന്ന കാര്യം മാത്രം ആ കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വെല്ലുവിളികൾ പല ഭാഗത്തു നിന്നും നമുക്ക് ഉയർന്നു വരികയാണ്. അന്ധവിശ്വാസങ്ങൾ ഇന്ന് കൂടുതലായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനികമായ അന്ധവിശ്വാസങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം സമുദായത്തിനിടയിൽ 6 ദൈവങ്ങൾ ജനിക്കാൻ പോവുകയാണ്. ചില സ്ഥാപനങ്ങളുടെ മഹത്വമാണ് റോഡുകളുടെ കൊണ്ട് നമ്മൾ കെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ
സ്ഥാപനത്തെ നയിക്കുന്ന ആ വ്യക്തിയെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പോലും അതിന്റെ മധുഹകളാണ് അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൾ ദൈവങ്ങൾ സമൂഹത്തിൽ നിന്ന് പുറത്തായിരുന്നുവെങ്കിൽ